Hi friends, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ 30 ഡേയ്സ് സ്കിൻ കെയറിൽ ഇന്ന് ഡേ 5 ആണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ദിവസം ഒരു ക്ലീനപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരു ഫേസ് പാക്ക് ആയിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായി റിസൾട്ട് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ റിസൾട്ട് തരുന്ന ഒരു ഫേസ് പാക്ക് ആണ് കേട്ടോ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ സ്കിന്നിന് ഒരു ഇൻസ്റ്റന്റ് ഗ്ലോ തരാൻ സഹായിക്കുന്ന ഒരു ഫേസ് പാക്ക് ആണ്. അപ്പോൾ ഞാനിതാ ഫേസ് പാക്ക് ഒക്കെ ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് ആണ് നമ്മൾ ഇന്ന് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്ക് സിമ്പിൾ ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയതാണ്, നല്ല റിസൾട്ട് ഉള്ള ഒരു ഫേസ് പാക്ക് ആണ് കേട്ടോ. പിന്നെ ഇത് ഫേസ് പാക്ക് മാത്രമല്ല, നമുക്കൊരു സ്ക്രബ് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഫേസ് പാക്ക് ആയിട്ട് ഉപയോഗിക്കാം, സ്ക്രബ് ആയിട്ട് ഉപയോഗിക്കാം, രണ്ടിന്റെ ഗുണം നമുക്ക് കിട്ടും. ഇപ്പൊ നമുക്ക് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സിന്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ ഒറ്റ യൂസിൽ അത് റിമൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആണ് ഇത്. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് ഞാൻ എങ്ങനെയാണ് തയ്യാറാക്കിയെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജിഷ. നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടു നോക്കുക. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണ്, യൂസ്ഫുൾ ആവുകയാണ് തോന്നുകയാണെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫേസ് പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് പഴമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫേസ് പാക്കിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റും പഴമാണ്. അപ്പോൾ ഞാനിവിടെ ചെറുപഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല പഴുത്തിട്ടുള്ള ചെറുപഴമാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ പഴുക്കൂലേ, അതേ രീതിയിൽ എത്തിയിട്ടുള്ളൊരു പഴമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അങ്ങനെ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഒരു മിക്സീൻ്റെ ജാറിലേക്ക് നമുക്കിത് കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏത് പഴം വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. നേന്ത്രപ്പഴം, റോബസ്റ്റ്, അങ്ങനെ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. അത്യാവശ്യം നല്ല പഴുത്ത പഴമായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ചെറുപഴം ആയതുകൊണ്ട് ഞാൻ മുഴുവനായിട്ട് ഒരെണ്ണം എടുക്കുന്നുണ്ട്. വലിയ പഴമൊക്കെ ആണെങ്കിൽ ഒരു കഷ്ണമൊക്കെ നിങ്ങൾ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം. അപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിതാ ഇത് നന്നായിട്ട് തന്നെ അരച്ച് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഏകദേശം ഒരു 2 സ്പൂണൊക്കെ മതി കേട്ടോ. നമുക്ക് ഒരുപാടൊന്നും ആവശ്യമില്ല, ഫേസിലേക്ക് മാത്രമല്ല. അപ്പോൾ ഈ ഒരു അളവിൽ മതി. പിന്നെ നമുക്ക് എന്താ പറയുക, സ്പൂൺ കൊണ്ടൊക്കെ വേണമെങ്കിൽ ഇങ്ങനെ കുത്തി ഉടയ്ക്കാം. പക്ഷേ സ്പൂൺ കൊണ്ട് ഉടച്ചു കഴിഞ്ഞാൽ കട്ടയായിട്ട് നിൽക്കും. അത് നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഏറ്റവും നല്ലത് ഇതുപോലെ മിക്സിൻ്റെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കുന്നതാണ് കേട്ടോ. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ് കേട്ടോ. ഞാനിവിടെ ഒരു ചെറിയ സ്പൂൺ അളവിലാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാനൊരു 2 സ്പൂൺ അളവിൽ അരിപ്പൊടി ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വലിയ സ്പൂണൊക്കെ ആണെങ്കിൽ ഒരു സ്പൂൺ അളവിൽ നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അരിപ്പൊടി നമ്മൾ ചേർക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിന് ഒരു ഇൻസ്റ്റന്റ് ഗ്ലോ കിട്ടാനും, അത് മാത്രമല്ല കരിവാളിപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാനും, പിന്നെ ഒരു സ്ക്രബിന്റെ ആ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനകത്തേക്ക് അരിപ്പൊടി ചേർക്കുന്നത്. പിന്നെ അടുത്തായിട്ട് ഇതിനകത്തേക്ക് ഒരു 1/4 സ്പൂൺ അളവിൽ മഞ്ഞളും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മഞ്ഞൾ നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ട് ആവുമെങ്കിൽ ചേർക്കുക. ഇനി എന്തെങ്കിലും അലർജി പ്രശ്നം ഉള്ളവരൊക്കെ ആണെങ്കിൽ സ്കിപ്പ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിനകത്തേക്ക് കുറച്ച് പാലും കൂടി ചേർത്തിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഒരുപാട് പാല് ചേർക്കേണ്ട ആവശ്യമില്ല. നമുക്കിത് മിക്സ് ചെയ്യാൻ ആവശ്യത്തിനുള്ള ഒരു തിക്ക് പേസ്റ്റ് രൂപത്തിലായിരിക്കണം നമുക്കിത് മിക്സ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനനുസരിച്ചുള്ള പാല് നമുക്ക് ചേർത്ത് കൊടുക്കാം. കാരണം പഴം കുറച്ച് തിക്കായിരിക്കുമല്ലോ, അപ്പോൾ കുറച്ച് ലൂസാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാല് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ പഴം നമുക്ക് ഫേസിലേക്ക് ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഫേസ് നല്ല രീതിയിൽ ഗ്ലോ ചെയ്യാനും ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ടിരിക്കാനും പഴം ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്നതാണ് കേട്ടോ. നമ്മളിത് ഹെയറിലൊക്കെ നമ്മൾ പഴം ഉപയോഗിക്കലുണ്ട്, ഫേസിലേക്ക് അങ്ങനെ ഉപയോഗിച്ച് നമ്മൾ വീഡിയോ ചെയ്തിട്ടില്ല. പക്ഷെ നിങ്ങൾ ഒരു തവണയെങ്കിലും പഴം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല റിസൾട്ടാണ്. അപ്പോൾ പറ്റുമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനിതാ ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ പാക്ക് നമ്മൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഫേസ് ഒക്കെ കഴുകി നല്ല വൃത്തിയാക്കി വെക്കുക കേട്ടോ. പിന്നെ മഞ്ഞളുള്ളതുകൊണ്ട് കണ്ണിൻ്റെ ആ പോർഷൻ ഒഴിവാക്കിയിട്ട് ഫേസിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് തേച്ച് കൊടുക്കാം. അപ്പം ഞാൻ പറഞ്ഞല്ലോ, പഴം നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുക്കുക തന്നെ ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ തേക്കാൻ പറ്റില്ല. ഇങ്ങനെ കട്ടയായിട്ട് പഴം ഇങ്ങനെ താഴേക്ക് വീണ് പോകുന്ന പോലെ ആവും. അപ്പോൾ പേസ്റ്റ് രൂപത്തിലാണെങ്കിൽ നമുക്ക് തേക്കാനൊന്നും ബുദ്ധിമുട്ടില്ല, നല്ല ഈസി ആയിട്ട് തേക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു പാക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഇനി പഴം ഇല്ല എന്നാണെങ്കിൽ, ഇനി പെട്ടെന്ന് വാങ്ങിക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ ആണെങ്കിൽ പഴം ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് അരിപ്പൊടിയും മഞ്ഞളും പാലുമായിട്ട് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ പഴം ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ പഴം ചേർത്ത് കൊടുക്കണം കേട്ടോ. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുമോ എന്ന് വെച്ചിട്ടാണ് ഞാൻ സ്കിപ്പ് ചെയ്തോളാൻ വേണ്ടി പറഞ്ഞത്. പക്ഷെ പഴം കിട്ടുന്ന ഒരു സാഹചര്യം ആണെങ്കിൽ നിർബന്ധമായിട്ടും പഴം ഉപയോഗിക്കണം. പഴം നല്ലതാണ് കേട്ടോ. നമുക്ക് സ്കിന്നിന് ഒരു ഇൻസ്റ്റന്റ് ഗ്ലോ തരാനും കരിവാളിപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഹെയറിൽ ബനാന പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ചിലപ്പോൾ ഒക്കെ പഴം നിങ്ങൾ മേടിച്ച് വെച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ പഴം ഉണ്ടെങ്കിൽ എന്തായാലും ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഫേസിൽ കംപ്ലീറ്റ് ആയിട്ട് ഒരു ലെയർ നന്നായിട്ട് തേച്ച് കൊടുക്കുക. അങ്ങനെ തിക്കായിട്ട് നിൽക്കില്ല എന്നറിയാം, പഴം ആയതുകൊണ്ട് ഇങ്ങനെ വലിഞ്ഞു പോവും. എങ്കിലും പറ്റുന്നത് പോലെ ഒരു ലെയർ തിക്കായിട്ട് ഫേസിലും നെക്കിലൊക്കെ നിങ്ങൾ തേച്ച് കൊടുക്കുക. അപ്പം ഞാൻ
ഞാനിതാ പാക്ക് കംപ്ലീറ്റ് ആയിട്ട് ഫേസിലും നെക്കിലും ഇട്ട് കൊടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് ഒരു ലെയർ ഞാൻ കുറച്ച് തിക്കായിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ പാക്ക് നിങ്ങൾ ഒരുപാട് തയ്യാറാക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ തയ്യാറാക്കിയത് തന്നെ ഒരുപാട് ബാക്കിയുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എടുത്ത് പഴമൊക്കെ ആയതുകൊണ്ട് അങ്ങനെ ഒരുപാട് എടുത്ത് വെച്ചിട്ടൊന്നും നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റൂലല്ലോ. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ആ ഒരു അളവിന് ഫേസിലേക്ക് മാത്രമാണെങ്കിൽ ഫേസിലേക്ക് കുറഞ്ഞ അളവിൽ മാത്രം നിങ്ങൾ തയ്യാറാക്കിയാൽ മതി. അപ്പോൾ ഇനി ഫേസ് ഒന്ന് ഡ്രൈ ആവട്ടെ കേട്ടോ. ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ഡ്രൈ ആവും. ഡ്രൈ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാ പാക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഡ്രൈ ആയിട്ടുണ്ട്. ഞാനൊരു 10 മിനിറ്റ് നേരമാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി നമുക്ക് കഴുകണം. കഴുകുന്നതിന് മുമ്പായിട്ട് നമ്മളൊരു മസാജിങ് കൊടുത്തിട്ട് കഴുകുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ ആദ്യം നമുക്ക് പാക്ക് വെള്ളം ഉപയോഗിച്ചിട്ടൊന്ന് കുതിർത്തെടുക്കാം. എന്നിട്ട് നല്ല രീതിയിലൊരു മസാജിങ് കൊടുക്കാം കേട്ടോ. നല്ല രീതിയിൽ എന്ന് പറയുമ്പോൾ ഒരുപാട് ഹാർഷായിട്ട് കൊടുക്കരുത്. കൈ ഉപയോഗിച്ചിട്ട് സോഫ്റ്റ് ആയ രീതിയിൽ മാത്രമേ നമ്മൾ മസാജ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞിരുന്നല്ലോ നമ്മുടെ ഈ ഒരു പാക്ക് ഒരു സ്ക്രബും കൂടിയാണ്. അപ്പോൾ നമ്മൾ മസാജ് ചെയ്തിട്ട് കഴുകിയാൽ മാത്രമേ ആ ഒരു നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യണമെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കണം. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം മസാജ് ചെയ്യുന്ന സമയത്ത് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ എവിടെയാണോ കൂടുതലായിട്ടുള്ളത് അവിടെ നന്നായിട്ട് തന്നെ നിങ്ങൾ മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിത് നന്നായിട്ട് തന്നെ മസാജ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകാം കേട്ടോ. കഴുകുന്ന സമയത്ത് വെറുതെ വെള്ളത്തിൽ കഴുകുന്നതാണ് ഏറ്റവും നല്ലത്. ഇനിയിപ്പോൾ പാലും മഞ്ഞളൊക്കെ ഉപയോഗിച്ച കാരണം നിങ്ങൾക്ക് ഫേസ് വാഷ് ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. നാച്ചുറൽ ഫേസ് വാഷ് ആണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് ഫേസ് വാഷ് ഉപയോഗിച്ച് കഴുകുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ കഴുകിയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഞാനിതാ ഫേസ് കഴുകിയിട്ടുണ്ട് കേട്ടോ. ഫേസ് കഴുകി കഴിയുമ്പോൾ തന്നെ എന്താ പറയുക നമ്മുടെ സ്കിന്ന് നല്ല രീതിയിൽ സോഫ്റ്റ് ആയിട്ടുണ്ടാവും കേട്ടോ. നമ്മളത് അരിപ്പൊടി ഉപയോഗിച്ചുകൊണ്ടാണ് ആ സ്ക്രബിൻ്റെ ആ ഒരു ഫീലാണ് നമ്മുടെ ഫേസിൽ എടുത്തു പറയേണ്ടത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഇൻസ്റ്റന്റ് ഗ്ലോ നമ്മുടെ ഫേസിൽ നന്നായിട്ട് അറിയുന്നുണ്ട്. ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഒറ്റ യൂസിൽ തന്നെ നന്നായിട്ട് റിമൂവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഫേസ് ഒന്ന് തുടക്കട്ടെ. എന്നിട്ട് നമുക്കൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഏത് മോയ്സ്ചറൈസർ ആണോ ഉപയോഗിക്കുന്നത് അത് നിങ്ങൾ ഫേസിൽ തേച്ച് കൊടുക്കുക. നിങ്ങൾ മോയ്സ്ചറൈസർ ഉപയോഗിക്കുന്നവരാണെങ്കിൽ തേച്ച് കൊടുക്കുക. ഇല്ലെങ്കിലും ഇപ്പോൾ ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്നോട് പിന്നെ മോയ്സ്ചറൈസർ നല്ലത് ഏതാന്ന് പറയുമെന്നൊക്കെ കുറേ പേര് കമന്റിലൂടെ ചോദിച്ചിട്ടുണ്ട്. ആർക്കും ഞാൻ റിപ്ലൈ കൊടുത്തിട്ടില്ല. അപ്പം ഞാൻ ഉപയോഗിക്കുന്നത് മാമാർത്തിൻ്റെ സൺസ്ക്രീനും മാമാർത്തിൻ്റെ മോയ്സ്ചറൈസറും ആണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഏതാണ് വേറെ ഒന്നും ഞാൻ അങ്ങനെ ഒരുപാട് ഉപയോഗിക്കാത്തതുകൊണ്ട് എനിക്ക് ഏതാണെന്ന് പറയാൻ അറിയില്ല. ഞാൻ ഉപയോഗിച്ച് നോക്കിയാലല്ലേ എനിക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഒന്നും തന്നെ ആരോടും പറയാത്തത്. ഞാൻ ഇന്നത് പറഞ്ഞിട്ട് നിങ്ങളുടെ സ്കിന്നിന് അത് സ്യൂട്ട് ആയില്ലെങ്കിൽ എനിക്ക് അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞു തരാത്തത്. അപ്പം നന്നായിട്ട് മോയ്സ്ചറൈസർ ഫേസിലും നെക്കിലൊക്കെ തേച്ച് കൊടുക്കുക. അപ്പം ഞാനിത് വൈകുന്നേരമാണ് കേട്ടോ വീഡിയോ ചെയ്യുന്നത്. ഇന്ന് മഴ ആയതുകൊണ്ട് എനിക്കിന്ന് പകലൊന്നും വീഡിയോ ഷൂട്ട് ചെയ്യാൻ ഒരു സമയം കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇപ്പം ഞാൻ ലൈറ്റ് വെച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത്. ഞാൻ വൈകുന്നേരം ഷൂട്ട് ചെയ്തുകൊണ്ട് പെട്ടെന്ന് തന്നെ ലൈറ്റ് പോയി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചീവീടിൻ്റെ അത്യാവശ്യം നല്ല ശബ്ദമുണ്ട്. നന്നായിട്ട് തന്നെ മോയ്സ്ചറൈസർ ഫേസിലും നെക്കിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പം നൈറ്റാണ് പാക്ക് ചെയ്യുന്നതെങ്കിൽ ഫേസിൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണമെന്ന് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ മോയ്സ്ചറൈസർ ഉപയോഗിക്കുന്നവരാണെങ്കിൽ നൈറ്റ് ആണെങ്കിലും ഫേസ് പാക്ക് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ പിന്നെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ട് കിടക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. അപ്പോൾ ഞാനിതാ മോയ്സ്ചറൈസറൊക്കെ ഫേസിൽ തേച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല റിസൾട്ടാണ് കേട്ടോ. ഇപ്പോൾ കുറച്ചായിട്ടാണ് ഞാൻ ഈ ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്തത്. പക്ഷെ എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. ആ ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഗ്ലോ നമ്മുടെ ഫേസിൽ എന്തായാലും അറിയാൻ വേണ്ടി പറ്റും കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് ക്യാമറയിൽ എത്രത്തോളം അറിയുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ നേരിട്ട് കാണുമ്പോൾ നമുക്ക് നന്നായിട്ട് അതിൻ്റെ ഒരു വ്യത്യാസം അറിയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ കണ്ണിൻ്റെ ഈ ഒരു പോർഷനിൽ നമ്മൾ ഇട്ടിട്ടില്ലായിരുന്നല്ലോ. അപ്പോൾ ആ കണ്ണിൻ്റെ അവിടെയും ആ ഒരു താഴത്തെ പോർഷനിലുള്ള ഒരു വ്യത്യാസം നമുക്ക് നേരിട്ട് കാണുമ്പോൾ നന്നായിട്ട് അറിയാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ താല്പര്യമുള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞു തന്ന സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഒരു തവണയെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ റിസൾട്ട് എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റിലൂടെ പറയണം കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും ഞാൻ ഇന്ന് വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും വ്യക്തമാവാത്ത കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി. എനിക്ക് അറിയാവുന്ന കാര്യമാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് ഉള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം.